പ്രണയശലഭം അധ്യായം 3. ഷംലയുടെ മൗനം ശുക്കൂറിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവണം. ഉമ്മ പൈസ ഉണ്ടായതുകൊണ്ടോ വലിയ വീടുണ്ടായതുകൊണ്ടോ സന്തോഷം ഉണ്ടാവണമെന്നില്ല. എൻ്റെ സന്തോഷം റംഷിയുടെ കൂടെയുള്ള ജീവിതമാണ്. എനിക്ക് അവനില്ലാതെ പറ്റില്ല. സീനുവിൻ്റെ അവസാന തീരുമാനം പറഞ്ഞപ്പോൾ ശുക്കൂർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ നേരെ നടന്നെടുത്തു. അതിന് എൻ്റെ മോള് വേറെ ഒന്ന് ജനിക്കണം, അല്ലെങ്കിൽ ഉപ്പാൻ്റെ മയ്യത്ത് കാണണം. ഇവളിനി കല്യാണത്തിന് പുറം ലോകം കണ്ടാൽ മതി. സീനത്തിനെ മുറിയിൽ പൂട്ടിയിട്ട് അയാൾ നടന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഹൈറുവും ഉമ്മുവും ഷംലയും അന്തിച്ചു നിന്നു. സീനത്ത് അവളുടെ ബെഡിലേക്ക് വീണു. എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ റംഷി എന്നേക്കുമായി നഷ്ടമാവും. എന്തു ചെയ്യണമെന്നറിയാതെ അവളങ്ങനെ ആലോചിച്ചിരുന്നു. അധ്യായം 5. റംഷിയുടെ കഫ്റ്റീരിയയിൽ റെയിൻബോ പാലിനുണ്ടാക്കുന്ന കടക്ക് ചായ അതിഗംഭീരമാണ്. ചായ ഊതിക്കുടിച്ചുകൊണ്ട് അറബിയുടെ തടിയൻ പുത്രൻ റംഷിയെ വിളിച്ചു. വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ടു. അവൻ പേടിയോടെ ചുറ്റും നോക്കി. കടയിലെ ബാക്കിയുള്ള ജോലിക്കാരും ദയനീയതയോടെ അവനെ ഒന്ന് നോക്കി. ബാക്കിയുള്ള ആളുകളെ നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അറബിയുടെ വണ്ടി പൊടി പറത്തി കടന്നുപോയി. അറബിയിൽ അയാൾ എന്തൊക്കെയോ ചോദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും റംഷിയുടെ ദേഹത്ത് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും റംഷി അങ്കലാപ്പിലായിരുന്നു. ഇയാൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയുന്നില്ല. പതിയെ നഗരത്തിലെ കെട്ടിടങ്ങൾ വലിയ വാഹനങ്ങളും കണ്ണിൽ നിന്നും മറഞ്ഞു തുടങ്ങി. ദൂരെ ദൂരെ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന മരുഭൂമി മാത്രം, മണലുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന വേറെ ഏതോ ഒരു ലോകം. നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എന്നെ കടയിൽ കൊണ്ടുപോകൂ പ്ലീസ്. അങ്ങനെ എന്തൊക്കെയോ റംഷി അയാളോട് ചോദിച്ചു. എങ്കിലും അയാൾ കണ്ണുരുട്ടി അവനെ പേടിപ്പിച്ചു. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ വണ്ടി റോഡിൽ നിന്നും ഒരു മരുഭൂമിയിലേക്ക് ഇറങ്ങി തുടങ്ങി. വലിയ ഗർത്തങ്ങൾ പോലെയുള്ള വലിയ വലിയ മണൽത്തിട്ടുകൾ. റംഷി താൻ എവിടെയാണ് എത്തിയത് എന്നറിയാതെ ചുറ്റിലും നോക്കി. കുറച്ചു ദൂരം സഞ്ചരിച്ച് വാഹനം ഒരു ഈത്തപ്പന തോട്ടത്തിൽ എത്തിച്ചേർന്നു. ആ തോട്ടത്തിനുള്ളിലെ ഒരു ചെറിയ കൂടാരത്തിൽ നിന്നും ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. കൂനിക്കൂടി അയാൾ നന്നായി ക്ഷീണിച്ചിരുന്നു. അറബി അയാളോട് എന്തൊക്കെയോ സംസാരിച്ചു. ആ വൃദ്ധൻ റംഷിയെ ദയനീയമായി ഒന്ന് നോക്കി. മോനെ, പനയിൽ കയറി ഇതിനു മുമ്പ് പരിചയമുണ്ടോ? അയാൾ മലയാളത്തിൽ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഒത്തിരി സന്തോഷമായി. പടച്ചോനെ, സമാധാനമായി. ഒരു മലയാളിയെ കണ്ടല്ലോ. നമ്മൾ എവിടെയാണ്? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? സമാധാനിക്കാൻ വരട്ടെ മോനെ. നീ വന്നെത്തിയത് വല്ലാത്തൊരു സ്ഥലത്താണ്. ഇനി ഇയാൾ പറയുന്ന ജോലികൾ ചെയ്ത് പതിയെ സോപ്പിട്ട് പതിയെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ. നിന്നെ പനയിൽ കയറാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പടച്ചോനെ, പനയിൽ കയറാനോ? എനിക്കറിയില്ല. അതൊന്നും സാരല്ല മോനെ. ഇവിടെ അതിനുള്ള ഏണിയുണ്ട്. അതുവഴി കയറി നന്നായി പനകൾ വൃത്തിയാക്കണം. അതാണ് നിന്റെ ജോലി. ഇവിടെ ഒരു 50-നടുത്ത് പനകളുണ്ട്. ഞാനിന്ന് ആട് ഫാമിൽ പോകും. കൂടുതൽ പറയാൻ അയാൾ നിന്നില്ല. ആ അറബി എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. വൃദ്ധൻ ഒന്നും പറയാതെ വണ്ടിയിൽ കയറിയിരുന്നു. ഒന്നും പറയാതെ അറബി അവനെ നോക്കി അങ്ങനെ കടന്നുപോയി. ഗൾഫ് രാജ്യമാണെങ്കിൽ പോലും ആദ്യമായാണ് ഇവിടെ വന്നിട്ട് ഇത്രയധികം ഒട്ടകത്തിനെ കാണുന്നത്. കൗതുകത്തോടെ അവറ്റകളെ നോക്കി. മുഷിഞ്ഞ മൃഗത്തൊലിയുടെ ഗന്ധം മൂക്ക് തുളച്ചു കയറി. ഈ യുദ്ധഭൂമിയിൽ ആരാണ് ഒരു പുതിയ ഭടൻ എന്ന രീതിയിൽ ഒട്ടകങ്ങൾ അവനെ നോക്കി. പതിയെ അകത്ത് കയറി അവന് അവിടെയൊന്നും പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞില്ല. മാലിന്യം നിറഞ്ഞ ഒരു ടാങ്കിലാണ് വെള്ളം. നാട്ടിലെ ഓവുചാലിനേക്കാൾ കഷ്ടം. വിശപ്പും ദാഹവും നന്നായി ബാധിച്ചിട്ടുണ്ട്. ആ കൂടാരത്തിനകത്ത് ഒന്നും തന്നെ കഴിക്കാനുണ്ടായിരുന്നില്ല. ഒട്ടകത്തിനു വേണ്ടി കൂട്ടിയിരുന്ന ഒരു കൂട്ട് പുല്ലുകൾ മാത്രം. കണ്ണടച്ച് മനസ്സില്ലാ മനസ്സോടെ അഴുക്കുജലം അകത്താക്കാക്കി. കയ്യിലുണ്ടായിരുന്ന ഫോണിൽ റേഞ്ചില്ല. ബാറ്ററി 5% താഴെയാണ്. അവിടെ ഫോൺ കുത്തിയിടാനുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. ആരോടാണ് സംസാരിക്കുക, എന്താണ് സംസാരിക്കുക എന്നറിയാത്ത അവസ്ഥ. ഒരുതരം മന്ദിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ ജീവിതമൊന്ന് പച്ചപ്പിടിപ്പിക്കാൻ വേണ്ടി എത്തിയ യാത്രയായിരുന്നു ഇതിപ്പോൾ. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥ. ശരിക്കും ദൈവം എന്ന ഒന്നുണ്ടോ എന്ന് സംശയിച്ചു പോന്നു. ഒരു വശത്ത് ദാരിദ്ര്യം സ്ഥിരതാമസക്കാരനാകാൻ പോകുന്ന വീട്, മറുവശത്ത് ജീവന തുല്യം സ്നേഹിച്ച പെണ്ണ്. ഇപ്പോഴിതാ
ജീവിതം എവിടെയാണെന്നറിയാതെ ഒരു മരുഭൂമിയിൽ. തെക്കേപ്പുറത്ത് അബൂബക്കർ ഗൾഫിൽ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്ത കഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു അറബിയെ കെട്ടി അടിപൊളിയായി ജീവിക്കുകയാണ് എന്നാണ് നാട്ടുകാരെ പറഞ്ഞത്. എന്നാലും അവനെങ്ങനെ പെറ്റ തള്ളയും തന്തയും മറന്ന് സൂഹിക്കുകയല്ലേ? പൈസയും കാശൊക്കെ ആയി കഴിയുമ്പോൾ അവരെയൊക്കെ ഒന്ന് നോക്കിയാലെന്താ? നാട്ടുകാർ അടക്കം പറയും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നാട്ടിലെത്തിയ അബൂബക്കറിനെ കണ്ട് എല്ലാവരും ഞെട്ടി. മെലിഞ്ഞ അവശനായ ഭിക്ഷക്കാരനെ പോലെ ഒരാൾ. അമ്മ, പുറത്തൊരാൾ വന്നിരിക്കുന്നു, വല്ലതും കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞ് അബൂബക്കറിന്റെ മൂത്തമകൾ ബീന അകത്തേക്ക് പോയി. പുറത്തു വന്ന റസിയയ്ക്ക് അബൂബക്കറെ മനസ്സിലായിട്ടില്ല. എടോ റസിയ, ഇത് ഞാനാ അബൂബക്കർ. അബൂബക്കർ പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. പിന്നെ ഒരു പൊട്ടിത്തെറിക്കലായിരുന്നു. ജീവന തുല്യം സ്നേഹിച്ച ഉമ്മയും ഉപ്പയും മരിച്ചിട്ട് പോലും ഒന്നും വരാത്ത ആ മനുഷ്യനെ അവർക്ക് പുച്ഛമായിരുന്നു. പൈസയും സമ്പത്തും എല്ലാവർക്കും വരും, പക്ഷെ ഇങ്ങനെയൊന്ന് മറന്ന് അഹങ്കരിക്കാൻ പാടുണ്ടോ? ഒച്ചപ്പാടും ബഹളവും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ അന്ന് റംഷിയും ഉണ്ടായിരുന്നു. അബൂബക്കർ കരയുകയായിരുന്നു. വാവിട്ട് നിലവിളിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ അയാൾ കരയുകയായിരുന്നു. മരുഭൂമിയിൽ ഒരുപാട് ആളുകളുടെ നടുവിൽ പെട്ടുപോയ ഒരാട് ജീവിതത്തിന്റെ കഥ തന്നെ അയാൾ പറയുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് കേട്ട് മൂക്കത്ത് വിരൽ വെച്ച നാട്ടുകാരിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. വലിയ പെട്ടി കെട്ടി അതിൽ നിറയെ സമ്മാനങ്ങളുമായി വിരുന്നു വരുന്ന പ്രവാസിയെ മാത്രമേ നാട്ടുകാർ കണ്ടിട്ടുള്ളൂ. അയാൾക്ക് തികച്ചും അത്തറിന്റെ സുഗന്ധം ആയിരിക്കും. ഇതിപ്പോൾ താടിയും മുടിയും നീട്ടി വളർത്തിയൊരു മനുഷ്യൻ. റസിയയ്ക്ക് അതിലേറെ സങ്കടം തൻ്റെ വിധവാ പെൻഷൻ കട്ടാവുമോ എന്നതിലായിരുന്നു. അബൂബക്കർ പോയി 4-5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിധവാ പെൻഷൻ കൊടുത്തതാണ്. മുടങ്ങാതെ അന്നു മുതൽ ഇന്നുവരെ എല്ലാ മാസവും അത് അക്കൗണ്ടിലെത്തുന്നുണ്ട്. 2 പെൺകുട്ടികളായിരുന്നു അബൂബക്കറിന്. റസിയയ്ക്കും മൂത്തവൾ സൗജയ്ക്കും ഇളയവൾ ബീനയും. സൗജയുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. ബീനയുടെ വിവാഹം കഴിഞ്ഞു, പക്ഷെ കുഞ്ഞുങ്ങളൊന്നുമില്ല. അന്ന് എല്ലാവർക്കും നടുവിൽ എങ്ങോട്ടും പോകാനിടമില്ലാതെ നിരാശാജനകനായി നിന്ന ആ മനുഷ്യന്റെ ദയനീയമായ മുഖം ഇന്നും ഓർക്കാൻ കഴിയില്ല. ഓരോ ചിന്തകളിലൂടെ യാത്ര ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. കൊടാരത്തിന് പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി. എവിടെ നോക്കിയാലും ആകാശം ഒന്നുപോലെയാണ്. നാട്ടിൽ നിന്ന് നോക്കിയാലും അറബി നാട്ടിൽ നിന്ന് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഒരുപോലെ. കുഞ്ഞായിരുന്നപ്പോൾ ഉമ്മ മടിയിലിരുത്തി അമ്പിളിമാമന്റെ കഥകൾ പറഞ്ഞു തന്നത് ഓർത്തുപോയി. പതിയെ കൂടാരത്തിനകത്തേക്ക് തിരിച്ചു കയറി. അവിടെയുള്ള ബെഡിൽ പതിയെ തലയൊന്ന് താഴ്ച്ചു. കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങി. രാവിലെ പുറത്തുനിന്നും വലിയ ബഹളം കേട്ടാണ് ഞെട്ടിയുള്ളത്. കൂട്ടിൽ നിന്നും ഒട്ടകങ്ങളുടെ ബഹളമാണ്. അവറ്റകൾക്ക് വിശകുന്നുണ്ടാവും. പതിയെ അവർക്കിടയിലൂടെ നടന്നപ്പോൾ അവർ സ്നേഹത്തോടെ റംഷിയെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് അറബിയൊന്നും അറിയില്ലടാ, ആകെ അറിയാവുന്നത് മലയാളം മാത്രമാണ്. തൽക്കാലം മിണ്ടാനും പറയാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിക്കും. എന്തോ മനസ്സിലായിട്ടുണ്ട് എന്ന പോലെ ഒട്ടകങ്ങൾ തലകുലുക്കി അയവിറക്കിക്കൊണ്ടിരുന്നു. ഇന്നലെ വന്നപ്പോൾ അനുഭവിച്ച അത്രയും ദുർഗന്ധം ഇന്നില്ല. പതിയെ അവിടവുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയതുപോലെ. സാധാരണ സീനത്തിനെ ദിവസവും വിളിക്കാറുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഏതാണ്ട് കല്യാണാലോചനകൾ നടക്കുന്നുവെന്ന് അവൾ ചങ്കുപൊട്ടി പറയുന്നത് കേട്ട് ഒന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ പോലും ആയില്ല. ഇവിടെ ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ താൻ അകപ്പെട്ടത് അവർ അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇനി അബൂബക്കർ പോലെ ഗൾഫിൽ പണം കണ്ട് ഉറ്റവരെയും ഉടവരെയും സ്നേഹിച്ച പെണ്ണിനെയും മറന്ന നന്ദിയില്ലാത്തവനായി കരുതുമോ? സീനത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. ഓർക്കുമ്പോൾ ഒരുതരം കുളിരാണ്. ചുവപ്പ് വിരിച്ച വാഗമരച്ചോട്ടിൽ കൈവിരൽ ചേർത്ത് അവളങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നിന്റെ ഗന്ധവും പേറി എന്നിലേക്കെത്തുന്ന ഒരു കാറ്റ്. നിലക്കാത്തിടത്തോളം ജീവിതകാലം ഞാൻ തനിച്ചാവുന്നത് എങ്ങനെയാണ് പെണ്ണെ? നീ എന്നാൽ എനിക്ക് തീയാണ്. പ്രണയത്തിന്റെ ചൂടും വിരഹത്തിന്റെ കനലുമാവുന്ന ആത്മാവിലെ തീ. ഒരിക്കൽ നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കും, എന്നും ഓർക്കും. എന്തിന്? മറന്നുകൂടെ എന്ന എൻ്റെ ചോദ്യത്തിന് നീ തന്ന മറുപടി. മറക്കുന്നതിനേക്കാൾ കൂടുതൽ ഓർക്കാനുള്ളതല്ലേ നമുക്കിടയിൽ? അതെ, സത്യമാണ് എൻ്റെ പെണ്ണെ. ഓർക്കുവാനുണ്ടൊരുപാട്. ദൂരെ നിന്നും അറബിയുടെ വണ്ടി പൊടിപാറി അവിടെ വന്നു നിന്നു. അതിൽ ആ വൃദ്ധനും ഉണ്ടായിരുന്നു. വന്നയുടൻ അറബി പനകൾക്ക് മുകളിലേക്ക് നോക്കി. എന്തൊക്കെയോ വിളിച്ചു കൂവി. വൃദ്ധൻ പേടിയോടെ അവൻ അരികിൽ വന്നു. നീ പന വൃത്തിയാക്കി തുടങ്ങിയില്ലേ? അവനൊരു ഭ്രാന്തനാണ്, നിന്നെ കൊല്ലും അവൻ. റംഷി പേടിയോടെ അയാളെ നോക്കി. അറബി ഭ്രാന്ത് പിടിച്ചവനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തലക്കെട്ടിലെ കറുത്ത വള്ളി ഊരി റംഷിക്കരികിലേക്ക് ഓടിയെടുത്തു. എന്തൊക്കെയോ ഉറക്കനെ വിളിച്ചു പറഞ്ഞ് അവനെ മർദ്ദിക്കാൻ തുടങ്ങി. അവന്റെ വേദനിച്ചുള്ള നിലവിളിയിൽ ഒട്ടകങ്ങൾ വിളറി പിടിച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഇതൊന്നും കണ്ടതുപോലും ഗൗനിക്കാതെ
വൃദ്ധൻ ഒരു ഒട്ടകത്തിനരികിലേക്ക് നടന്ന് പാൽ ഒരു പാത്രത്തിലേക്ക് ചുരുത്തിക്കൊണ്ടിരുന്നു. ആ ചൂടുള്ള ഒട്ടകപ്പാൽ ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടെ അയാൾ അകത്താക്കി. ചാട്ടവാർ പോലെ തലക്കെട്ടുകൊണ്ടുള്ള അടിയിൽ നിലവിളിച്ച കുനിഞ്ഞുകൂടിയ റംഷിയെ അറബി കാലുയർത്തി ചവിട്ടി അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അയാൾ വീണ്ടും അലറി വിളിച്ചു. വൃദ്ധൻ അയാൾക്കരികിലായി ഓടി വന്നു. അറബിയുടെ കലിപ്പ് തീർന്നിട്ടുണ്ടായില്ല. അയാൾ എന്തൊക്കെയോ അറബിയിൽ സംസാരിച്ചു. മണലിൽ ചുരുണ്ടു കിടന്നവനെ വൃദ്ധൻ താങ്ങിയെടുത്തു. മോനെ, വെറുതെ ഇനിയും അടി വാങ്ങിക്കൂട്ടണ്ട. അവനൊരു ഭ്രാന്തനാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് തീരെ സാധ്യവുമല്ല. നമുക്ക് മുന്നേ വന്ന പലരും ഇന്ന് ഈ മരുഭൂമികൾക്കടിയിലുണ്ട്. റംഷിയിൽ നിന്നും ഞരക്കങ്ങൾ മാത്രമേ പുറത്തു വരുന്നുണ്ടായിരുന്നുള്ളൂ. അറബിയുടെ വണ്ടിയിൽ നിന്നും ഒരു കന്നാസ് വെള്ളം കൊണ്ടുവന്ന് വൃദ്ധൻ ആ ടാങ്കിൽ ഒഴിച്ചു. നീ കോണി വെച്ച് പനയിൽ കയറി എല്ലാം പെട്ടെന്ന് വൃത്തിയാക്കണം. ഇനിയും അവനെ ഭ്രാന്ത് പിടിപ്പിക്കണ്ട. ബുദ്ധിയും വിവരവും ഇല്ലാത്ത ജാതിയാണ്. നമ്മളെയൊക്കെ ഇവിടെ കൊന്നുകുഴിച്ചു മൂടിയാലും ആരും ചോദിക്കാനും പറയാനും എത്തുമെന്ന പ്രതീക്ഷ വേണ്ട. അവനെ താങ്ങിയെടുത്ത് അയാൾ മുഖത്തും പുറത്തും ചാട്ടവാർ കൊണ്ട് തടവി. സർവശക്തനായ അള്ളാഹുവിൽ വിശ്വസിച്ച് വിശ്വാസമർപ്പിച്ച് ജീവിക്കുമോനെ. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കുന്നില്ല. ഹേ ബുഡാ താൽ, അറബി വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. വൃദ്ധൻ അറബിയോടൊപ്പം വണ്ടിയിൽ കയറി. വല്ലാത്തൊരു വിരളിച്ച മണൽക്കൂരകൾ ഇളക്കി മറിച്ച് അറബിയും അയാളും കടന്നുപോയി. ചാട്ടവായറിൽ നിന്നും ഏറ്റ അടിയിൽ പൊളിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന മാംസത്തിൽ നിന്നും രക്തം കിനിയുന്നുണ്ടായിരുന്നു. മുറിവിൽ പറ്റിപ്പിടിച്ച മണലുകളെ റംഷി തട്ടിക്കളഞ്ഞു. ദാഹവും വിശപ്പും അതിലേറെ വേദനയും. പതിയെ ഒട്ടകങ്ങൾക്ക് നടുവിലേക്ക് അയാൾ നടന്നു. അനുകമ്പയോടെ അയാളെ നോക്കിയ ഒട്ടകങ്ങൾ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ശരീരമാകെ നീറിപ്പുകയുന്നത് പോലെ. ശക്തമായ മണൽക്കാറ്റടിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ കണ്ണു തുറക്കാൻ കഴിയാതെ ശ്വാസമെടുക്കാൻ കഴിയാതെ എങ്ങനെ നിന്നു. ഒട്ടകങ്ങളെ കെട്ടിയ സ്ഥലത്തുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് റംഷി വായും മൂക്കും അടച്ചു കെട്ടി. ഒന്ന് കുളിക്കണമെന്നുണ്ട്. പക്ഷേ കുടിക്കാൻ മാത്രമുള്ള ഈ വെള്ളം കൊണ്ട് എങ്ങനെ കുളിക്കാനാണ്? മുറിവുകൾ പറ്റിപ്പിടിച്ച മണൽത്തരികളെ ഒന്ന് എങ്ങനെ കഴുകിക്കളയാനാണ്? അവൻ തീർത്തും അവശനായിരുന്നു. കുറച്ചപ്പുറം മാറി വെച്ചിരുന്ന ഏണിയെടുത്ത് ഈത്തപ്പനയിൽ ചാരിവെച്ച് അവൻ പതിയെ പനയിൽ കയറി തുടങ്ങി. ഇനി ഒരിക്കൽ കൂടി ആ സാത്താന്റെ അടി കൊള്ളാൻ വയ്യ. ഇനി കൊണ്ടാൽ താൻ ചത്തുപോകും. ഈത്തപ്പനയുടെ മുകളിൽ കയറുക അതീവ ശ്രദ്ധ വേണ്ടുന്ന ഒരു ജോലി തന്നെയായിരുന്നു. ഒരുതരം നീറ്റലുള്ള മുള്ളുകൾ ശരീരത്തിലൂടെ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് പുളയുമ്പോഴും റംഷി പടച്ച തമ്പുരാനിൽ വിശ്വാസമർപ്പിച്ച് കുടുംബത്തിനെ മാത്രം ഓർത്ത് ഈ ജോലിയിൽ വ്യാപൃതനായി. ഇവിടെ ഈ മരുഭൂമിയിൽ വന്നിട്ട് ആകെ എത്ര ദിവസമായെന്ന് അറിയില്ല. ആകെയുള്ള ഭക്ഷണം 4-5 ദിവസം കഴിയുമ്പോൾ അറബി കൊണ്ടുവരുന്ന ഉണക്കക്കുബൂസ് മാത്രമാണ്. ഏറ്റവും വലിയ പ്രശ്നം വെള്ളമാണ്. ശരിക്കും ദാഹം തീരും വരെ കുടിക്കാൻ വെള്ളം കിട്ടുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുളിയും ശുചീകരണ പരിപാടികളും തൽക്കാലം നിർത്തിവെച്ചു. നാട്ടിൽ നിന്നും ഉണ്ടായിരുന്ന മൂത്രക്കടച്ചിൽ വീണ്ടും വേദന കൊണ്ട് പുളയുകയല്ലാതെ വേറെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ടെന്റിൽ കൂനിക്കൂടി വേദന കൊണ്ട് നിൽക്കാൻ കഴിയാത്തതുപോലെ. പാവം ഉമ്മ ദിവസവും ഒരു തവണയെങ്കിലും വിളിക്കാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എത്ര ദിവസമായി എന്നറിയില്ല വിളിച്ചിട്ട്. ഉപ്പയുടെയും സീനത്തിൻ്റെയും അവസ്ഥ എന്താണ് എന്നറിയില്ല. ഇനി ഒരിക്കൽ കൂടി നാട്ടിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നറിയില്ല. ഉമ്മയുടെ മടിയിൽ തലവെച്ച് ആ കരസ്പർശമേറ്റ് കിടക്കാൻ കഴിയുമോ? റംഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു ചാട്ടവാർ അന്തരീക്ഷത്തിൽ ഉയർന്നു താണു. റംഷി വേദന കൊണ്ട് പൊളഞ്ഞു. അറബി വന്നതാണ്. താൻ പകൽ സമയത്ത് കിടന്നത് അയാൾക്ക് ഇഷ്ടമായില്ല. എനിക്ക് വേദനയാണ് സർ, ഉറക്കെ റംഷി മലയാളത്തിൽ പറഞ്ഞുവെങ്കിലും അറബിക്ക് അത് അയാളുമായി കലഹിക്കുന്നത് പോലെയാണ് തോന്നിയത്. അയാൾ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു. വൃത്തിയാക്കി കഴിയാത്ത പനകളെ നോക്കി ദേഷ്യത്തോടെ അവനെ ചാട്ടവാറിനടിച്ചു. ഈ തവണ അറബിയുടെ കൂടെ വൃദ്ധനുണ്ടായിരുന്നില്ല. തളർന്നു വീണ റംഷിയെ വകവയ്ക്കാതെ അയാൾ വണ്ടിയിലുണ്ടായിരുന്ന പുല്ലുകെട്ടുകൾ വലിച്ച് നിലത്തിട്ട് വണ്ടിയും കൊണ്ട് തിരിച്ചുപോയി. അയാളുടെ ശ്വാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വായിൽ നിറയെ രക്തമായിരുന്നു. തലങ്ങും വിലങ്ങും അറബിയുടെ ചാട്ടവാർ റംഷിയെ സ്നേഹിച്ചതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അധ്യായം 6. സീനത്തിന്റെ ഇരുട്ടുമുറിയിൽ അവൾ ഏകാന്തത ഏറെ ഇഷ്ടപ്പെട്ടു. റംഷിയുടെ ഓർമ്മകൾ. ആരും ശല്യപ്പെടുത്താനില്ലാതെ ഓർമ്മകളുടെ മധുരത്തിൽ അങ്ങനെ ജീവിക്കാൻ ഒരു സുഖമാണ്. പക്ഷേ എന്നാലും എന്താവും അവൻ വിളിക്കാത്തത്? ദിവസവും ഒരു നേരമെങ്കിലും വിളിക്കുന്നതാണല്ലോ. ഇനിയിപ്പോൾ ഇവൻ എന്തു പറ്റി? ഇപ്പോൾ മാസം 1 പോകുന്നു. എന്നിട്ടും എന്തേ? സീനത്തിന്റെ വീട്ടിൽ കല്യാണത്തിരക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിളിയും പറച്ചിലും തുടങ്ങി.
കുടുംബക്കാർ ഒറ്റയും തെറ്റയുമായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവനെന്താണ് സംഭവിച്ചത് എന്നറിയണം. മനഃപൂർവ്വം തന്നെ മാത്രം ഒഴിവാക്കുന്നതാണോ എന്നറിയണം. സീനത്ത് ഫോണെടുത്ത് ഒരിക്കൽ കൂടി റംഷിയുടെ നമ്പർ അമർത്തി. കിട്ടുന്നില്ല. പതിയെ റംഷിയുടെ വീട്ടിലെ നമ്പർ അമർത്തി. അപ്പുറത്തു നിന്നും പതിയെ ഒരു ശബ്ദം കേൾക്കാം. ഉപ്പയാണ് എന്ന് സീനത്തിന് മനസ്സിലായി. ഉപ്പ, ഞാൻ സീനത്താണ്. എന്താ മോളെ? ഉപ്പ, റംഷി വിളിച്ചിട്ട് 1 മാസം കഴിയാറായി. അവൻ അങ്ങോട്ട് വിളിക്കാറുണ്ടാ? ഞാൻ അവനോട് എന്ത് ചെയ്തിട്ടാ അവൻ എന്നോടിങ്ങനെ? മോളെ, അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ടും ഏകദേശം 1 മാസം കഴിഞ്ഞു. അവൻ്റെ നമ്പർ വിളിച്ചു, സ്വിച്ച് ഓഫാണ്. അവൻ്റെ കമ്പനിയെ വിളിച്ചു, അവർക്കും വലിയ അറിവൊന്നുമില്ല. അവനിപ്പോൾ കമ്പനിയിലില്ല മോളെ. എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ വിതുമ്പി തുടങ്ങിയിരുന്നു. വാക്കുകൾ പൂർണ്ണതയില്ലാതെ പകുതിയിൽ മുറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കുട്ടി ആരെയും ചതിക്കില്ല മോളെ. പക്ഷെ അവനിപ്പോൾ എന്തോ ചതിയപ്പെട്ടിട്ടുണ്ട്. നിന്നെ അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മോളെ. മറുപുറത്തുനിന്നും സീനത്തിൻ്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു. മോളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എവിടെയാ മോളെ അവനെ ഒന്ന് അന്വേഷിക്കുക? ആരോടാ തിരക്കുക? ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായിരിക്കുകയാണ് ഉപ്പ. ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ് എൻ്റെ ഉപ്പയും ഉമ്മയും. എനിക്ക് റംഷിയില്ലാതെ ഒരു ജീവിതം ഉണ്ടാവില്ല ഉപ്പ. എൻ്റെ കുട്ടി സങ്കടപ്പെടരുത്. അവന് വേണ്ടി കാത്തിരിക്കണമെന്ന് ഉപ്പ പറയില്ല. എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് സമാധാനമായിരിക്കും? എൻ്റെ റംഷി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ജീവനോടെ ജീവിക്കാൻ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും അവൻ എൻ്റെ അരികിൽ എത്താതിരിക്കില്ല അപ്പ. പുറത്ത് ശക്തമായ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് സീനത്ത് ഞെട്ടി. ഉപ്പ, ആരോ വിളിക്കുന്നുണ്ട്. റംഷിയുടെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം. ശരി മോളെ. സീനത്തിൻ്റെ ഫോൺ വെച്ചപ്പോൾ ഉപ്പ കണ്ണുകൾ തുടച്ചു. എന്താണ് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? ആരാണ്? റംഷിയാണ് വിളിച്ചത്. റംഷിയുടെ ഉമ്മയുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം. ഉപ്പ ഒന്നും പറയാതെ തലകുനിച്ചിരുന്നു. ഉമ്മ ഉപ്പാനെ ഒന്ന് കുലുക്കി വിളിച്ചു. എന്നാലും എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയ റബ്ബേ? ഉമ്മ സ്വയം സങ്കടപ്പെട്ടു. കണ്ണടയ്ക്കുമ്പോൾ റംഷിയുടെ മുഖമാണ്. അവൻ്റെ കുസൃതികളാണ്. ഇനി എന്തു ചെയ്യും? റംഷി ജോലി ചെയ്തിരുന്ന കഫ്റ്റീരിയയിൽ നമ്പറിൽ വിളിച്ചു. പക്ഷെ അവർക്കൊന്നും അറിയില്ല എന്ന രീതിയിലാണ്. നിങ്ങൾ നമ്മുടെ MLA ഒന്ന് കണ്ടു നോക്ക്, മൂപ്പരെന്തെങ്കിലും ചെയ്യാണ്ടിരിക്കില്ല. ഉമ്മ ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. MLA കാണാൻ വേണ്ടി പുറപ്പെട്ടു. പാർട്ടിക്കാരും സ്വന്തക്കാരുമായി കുറേ ആളുകൾ മുറ്റത്തുണ്ടായിരുന്നു. കാത്തിരുന്നൊടുവിൽ ഊഴമെത്തി. തളർന്ന മനസ്സുമായി അദ്ദേഹത്തിൻ്റെ മുറിയിൽ തേങ്ങി കരഞ്ഞുകൊണ്ടെന്നല്ലാതെ ഉപ്പാക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾക്ക് സമാധാനമായിരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം, അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു. റംഷിയുടെ പാസ്പോർട്ട് കോപ്പിയും ID-യും അദ്ദേഹം വാങ്ങിച്ചു. മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. കുത്തിത്തിമിർത്തു പെയ്യുന്ന മഴ കാണുമ്പോൾ പേടിയാണ്. പഴയ ഓർമ്മകൾക്ക് ജീവൻ വയ്ക്കുന്നത് പോലെ. ഒറ്റ രാത്രി കൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഭാണ്ഡം ചുമലിലേറ്റിയ കറുത്ത രാത്രികളുടെ ഓർമ്മകൾ. റംഷിയുടെ ഉമ്മാക്ക് പനിയാണ്. അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പഞ്ചസാരയുടെ അസുഖമുള്ള അവർ ആകെ അസ്വസ്ഥതയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉപ്പ അവരെ ആശ്വസിപ്പിക്കും. നീ ഇങ്ങനെ ബേജാറാവല്ലേ, അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. താൻ എന്തിനാ ഇങ്ങനെ? നമുക്ക് വേണ്ടിയല്ലേ അവൻ പോയത്. ഇപ്പോൾ നമ്മുടെ കുട്ടി എവിടെയാണെന്ന് പോലും അറിയാതെ അതിനല്ല ഇന്ന് MLA കണ്ടത്. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. രാത്രി മഴയ്ക്ക് ശക്തി ഏറി വരികയാണ്. സീനത്തിൻ്റെ ചുറ്റും കാവലേർപ്പെടുത്തിയിരിക്കുകയാണ് ഷുക്കൂർ മാമ. പതിയെ ജനൽ തുറന്ന് അവൾ പുറത്തേക്ക് നോക്കി. ഇടിയും മിന്നലും അലിഞ്ഞില്ലാതാവുന്ന ആലിപ്പഴവും. തണുത്ത കാറ്റടിക്കുന്ന ജനലിനോട് അവൾ മുഖം ചേർത്ത് വെച്ചു. എത്ര മറവിയിൽ കൊരുത്തിട്ടും ഓർമ്മകളുടെ ചില്ലയിൽ പൂത്ത നിന്റെ ഗന്ധമുള്ള തീരാത്ത കവിതകൾ. റംഷി, എൻ്റെ ഹൃദയം വല്ലാതെ നോവുന്നു. നിനക്ക് തളിർക്കാൻ വേണ്ടിയാവണം എന്നിലെ ചിലകൾ ഇന്നും ഉണങ്ങാതെ നിൽക്കുന്നത്. നീ ആരെയാണ് ഇങ്ങനെ പ്രണയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിന്റെ ഓർമ്മകളെ എന്നല്ലാതെ ഞാനെന്ത് പറയാൻ? സൂചി കുത്താൻ ഇടമില്ലാത്ത ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ തനിച്ചാവില്ലേ? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ അസാന്നിധ്യം. പ്രിയമുള്ളവരെ, പ്രണയശലഭം എന്ന് പറയുന്ന ഈ നോവല് ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇന്ന് വളരെ ചെറിയൊരു എപ്പിസോഡാണ്. നാളെ കുറച്ച് കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.